നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസുകളിൽ ഒന്നായിരുന്നു ദി വിച്ചർ എന്ന് പറയുന്ന സീരീസ്. അതിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ടുള്ള ഒരു അനിമേഷൻ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സീരീസിനെ ഫോളോ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഒരു ഗെയിം കളിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിരിക്കും ദി വിച്ചർ സൈറൻ ഓഫ് ദ ഡീപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു സീരീസ് ഉണ്ടല്ലോ, ആ സീരീസിലെ ഏകദേശം ആ കാസ്റ്റൊക്കെ തന്നെയാണ് ഇതിനകത്ത് വോയിസ് കൊടുത്തിട്ടുള്ളത്. ഗെറാൾട്ട് ഓഫ് റിവിയയ്ക്ക് ഹെൻറി കാവിലല്ല, നമുക്കറിയാവുന്നതാണ്. പുള്ളിയല്ല ഇനി ഒരു ക്യാരക്ടറിനെ ചെയ്യാനായിട്ട് പോകുന്നത്, ലിയം ഹെംസ്വർത്ത്. പുള്ളിക്കാരനല്ല ഈ ഒരു ക്യാരക്ടറിന് വോയിസ് കൊടുത്തിട്ടുള്ളത്, വേറെ ആക്ടറാണ്. നമ്മൾ യൂഷ്വലി ദ വിച്ചറിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സീരീസിൽ കണ്ടിട്ടുള്ള സ്റ്റോറി ഒന്നും അല്ല, അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള അതിലെ കാസ്റ്റുകളെല്ലാം ഇതിനകത്തില്ല. ഇപ്പം എനിഫർ ഇല്ല, അതേപോലെ തന്നെ സിറി ഇല്ല. ഇതിനകത്ത് മെയിനായിട്ട് കാണിച്ചു പോകുന്നത് ഗെറാൾട്ട് ഓഫ് റിവിയയും യാസ്കറും കൂടെ വേറൊരു വില്ലേജിൽ പോകുന്നു. ഇവർ രണ്ടും കൂടെ നടത്തുന്ന ഒരു അഡ്വഞ്ചറാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. ഒരു 1.5 മണിക്കൂറിൽ ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ വിച്ചർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മാത്രം പോയി കാണുക. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയാതെ മറ്റേ പൊട്ടം കാണുന്ന പോലെ ഒന്ന് കാണേണ്ടി വരും. കാരണം ക്യാരക്ടറുകളെ ഒന്നും പ്രോപ്പറായിട്ട് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കാരണം ആ ഒരു സീരീസിനകത്ത് പ്രോപ്പറായിട്ട് എല്ലാവരെയും പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് ക്യാരക്ടേഴ്സിനെ പറ്റി അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം, ഇൻട്രൊഡക്ഷൻ ഒരു ആവശ്യമില്ലല്ലോ. ചുമ്മാ ജസ്റ്റ് അങ്ങ് കാണിച്ചു പോയാൽ മതി എന്നുള്ള രീതിയിലാണ്. ഇതിനകത്ത് ലാൻഡും സീ വേൾഡും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഇതിനകത്ത് ലാൻഡിലെ രാജാവിൻ്റെ ഒരു ഈഗോ ക്ലാഷ് പരിപാടികളൊക്കെയാണ്. അവിടെ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്യാനായിട്ട് പോകുന്ന നമ്മുടെ ഗെറാൾട്ട്, പിന്നെ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഒക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. ആ ഒരു വിച്ചർ എന്ന് പറയുന്ന സീരീസിൽ കണ്ടിട്ടുള്ള സാധനങ്ങളുടെ ഒരു അനിമേഷൻ അതേപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഒട്ടും അനിമേഷൻ ആയതുകൊണ്ട് ഇതിന് ആ ഒരു ലൈഫില്ല എന്നൊന്നും പറയാനായിട്ടും അല്ല, നമുക്കത് ഫീൽ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക എന്തായാലും.